ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഉത്തമഗീതം 2-ാം അധ്യായം 2-ാം വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. മുള്ളുകളുടെ ഇടയിൽ താമര പോലെ കന്യകമാരുടെ ഇടയിൽ എൻ്റെ പ്രിയ ഇരിക്കുന്നു. മുള്ളുകളുടെ ഇടയിൽ താമര പോലെ കന്യകമാരുടെ ഇടയിൽ എൻ്റെ പ്രിയ ഇരിക്കുന്നു. ഈ പ്രിയ എന്ന് പറയുന്നത് മണവാട്ടി സഭയെക്കുറിച്ചാണ്. അവിടെ ഒരു മിസ്റ്റിക് മീനിങ് എന്ന് പറഞ്ഞാൽ യോഗാത്മകമായ ഒരർത്ഥം അതിനുണ്ട്. ഒരു പ്രിയ, അതൊരു കന്യക, അത് ആ കന്യക ഏകാഗിയായിരിക്കുകയാണ്, അവൾ ദുഃഖിതയായിരിക്കുകയാണ്, മുള്ളുകൊണ്ട് വേദനിച്ചിരിക്കുകയാണ്. ഏതാണ് ഈ കന്യക? നാം ഓരോരുത്തരുമാണ്. മണവാട്ടി സഭയാണ്. സഭ. ദൈവത്തിന് സ്തോത്രം. അല്പം വിശദീകരിക്കേണ്ടതുണ്ട്. നാം വിവാഹോദശയിൽ പാടുമല്ലോ, ഏതൻ തോട്ടം നട്ടവനെ നീയാണൻ യുവ മണവാളൻ, നിൻ തോട്ടത്തിൽ നിന്ന് എൻ പേർക്കായി വീശിച്ചിടുക കുളിർ തന്നൽ. അറിയാമല്ലോ നിങ്ങൾക്ക്, പാടി നോക്കാം. ഏതൻ തോട്ടം നട്ടോനെ നീയാണൻ യുവ മണവാളൻ, നിൻ തോട്ടത്തിൽ നിന്ന് എൻ പേർക്കായി വീശിച്ചിടുക കുളിർ തന്നൽ. നാഥദൂരെ പോകരുതേ, ഈയുള്ളോളെ തള്ളരുതേ, മാനിപ്പാൻ മടി കാണിച്ചാൽ ക്ഷീണിച്ചയ്യോ ഞാൻ ചാകും. മാനിപ്പാൻ നീ മടി കാണിച്ചാൽ കർത്താവേ ഞാൻ ക്ഷീണിച്ച് ചത്തുപോകും. നീ എന്നെ ഒന്ന് നോക്കിയോളണേ, ഞാൻ ഏകാഗിയാണ്, ഞാൻ അവസ്ഥയിലിരിക്കുന്നവളാണ്. കർത്താവേ, നീയാണ് എൻ്റെ യുവ മണവാളൻ. പക്ഷേ നിന്നെ കാണാതെ ഞാൻ എങ്ങനെ ഇരിക്കും? നീ എൻ്റെ എഴുത്ത് വന്നില്ലെങ്കിൽ ഞാൻ എങ്ങനെ ജീവിക്കും? നീ എന്നെ മാനിച്ചില്ലെങ്കിൽ ഞാൻ എങ്ങനെ ജീവിക്കും? കർത്താവേ, ഞാൻ മുള്ളുകളുടെ ഇടയിൽ ഇരിക്കുകയാണ്. മുള്ളുകളുടെ ഇടയിലെ താമര പോലെ ഞാൻ ഇരിക്കുകയാണ്. എന്നും പ്രതിസന്ധികളാണ് എനിക്ക്, എന്നും പ്രശ്നങ്ങളാണ് എനിക്ക്. എൻ്റെ ചുറ്റും മുള്ളുകൾ എന്നെ കൊള്ളുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ ശലോമി എന്ന യുവതി ഈ ഉത്തമഗീതത്തിലെ പ്രധാന കഥാപാത്രമാണ്. ശലോമി എന്ന യുവതി ഇതൊരു മിസ്റ്റിക് കാവ്യമാണ്. ഈ കവിതയിൽ മനോഹരമായ കവിതയാണ്. അതിൻ്റെ ആന്തരികാർത്ഥം കിട്ടിയില്ലെങ്കിൽ ഇത് വായിക്കുന്നത് നമുക്ക് ദോഷമായി ചെയ്യൂ. കാരണം പലതും നമുക്ക് രുചികരമായ വാക്കുകളല്ല പല പ്രയോഗങ്ങളും. അതിൻ്റെ ആത്മീയ അർത്ഥം കിട്ടിക്കഴിഞ്ഞാലോ അതിമനോഹരമായ അനുഭവം. യേശു ക്രിസ്തുവും മണവാട്ടി സഭയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ ജീവിതത്തിൻ്റെ ഒരു നല്ല പ്രായത്തിൽ, യൗവനത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ശലോമി ഒരു ഇടയ യുവാവുമായി വാക്ക് കൊടുത്തു കഴിഞ്ഞിരുന്നു. ആ ഇടയുവാവിൻ്റെ ഭാര്യയായി തീരുമെന്നും എക്കാലത്തും അവർ ഒരുമിച്ച് ജീവിക്കുമെന്നും വാക്ക് കൊടുത്തു കഴിഞ്ഞിരുന്നു. ആ ഇടയുവാവ് അവൾക്കും വാക്ക് കൊടുത്തിരുന്നു. അത് മാമോദിസായിൽ മിശിഹായെ ഞാൻ സ്വീകരിക്കുന്നു, സാത്താനെ അന്വേഷിക്കുന്നു എന്ന് പറയുന്ന സമയത്ത്, വാസ്തവത്തിൽ ആ മാമോദിസ സമയത്ത്, സ്നാനപ്പെട്ട സമയത്ത് അന്ന് എടുത്തതായ തീരുമാനം അതാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ ഒരു മണവാളനായി ഞാൻ കൈക്കൊള്ളുകയാണ്, ക്രിസ്തുവിനെ നമ്മുടെ നാഥനായി കൈക്കൊള്ളുകയാണ്, ക്രിസ്തുവിനെ നമ്മുടെ ഉടമസ്ഥനായി കൈക്കൊള്ളുകയാണ്. അങ്ങനെ ക്രിസ്തുവുമായി ഒരു ഉടമ്പടി ചെയ്യുകയാണ്. ഉടമ്പടി പലരും ഇതൊന്നും മനസ്സിലാക്കുന്നില്ല. മാമോദിസ സമയത്ത് ഒരു ഉടമ്പടി നടക്കുകയാണ്. ക്രിസ്തുവുമായി ഒരു ഉടമ്പടി ചെയ്യുന്നു. ഈ ജീവിതം ഇനി എന്നേക്കും യേശുവിനുള്ളതാണ്. അപ്പോൾ ഈ ജീവിതം ഇതുവരെയും സാത്താൻ കൈയടക്കി വെച്ചിരുന്ന ജീവിതമായിരുന്നു. പിശാച് അവൻ അധീനപ്പെടുത്തി വെച്ചിരുന്ന ജീവിതമായിരുന്നു ഇതുവരെയും. അതുകൊണ്ടാണ് സാത്താനെ എന്നിനെ ഞാൻ ഉപേക്ഷിക്കുന്നു 3 പ്രാവശ്യം പറയുന്നു. തലോട്ടപ്പൻ്റെ ഇടത്തെ കൈകൊണ്ട്, കുഞ്ഞിൻ്റെ ഇടത്തെ കൈയിൽ പിടിച്ചുകൊണ്ട് പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിന്നുകൊണ്ട് പറയുന്നു, സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു 3 പ്രാവശ്യം പറയുന്നു. കുഞ്ഞിൻ്റെ വലത്തെ കൈയിൽ, തലോട്ടപ്പൻ്റെ വലത്തെ കൈ കൊണ്ട് പിടിച്ച് കിഴക്കോട്ട് തിരിഞ്ഞുകൊണ്ട് പറയുന്നു, മിശിഹായെ നിന്നെ ഞാൻ സ്വീകരിക്കുന്നു. പ്രിയപ്പെട്ടവരെ നോക്കൂ, അങ്ങനെ മാമോദിസ ഒരു ഉടമ്പടി ചെയ്തു. നാം എല്ലാവരും ഉടമ്പടി ചെയ്തവരാണ്. പക്ഷേ ഈ ഉടമ്പടി ചെയ്തെന്ന് ആരറിയുന്നു? ആർക്കും അറിയാൻ പാടില്ല. ഇങ്ങനെ ഉടമ്പടി നടന്നു പോലെ അറിയുന്നില്ല. അതെല്ലാം ആത്മലോകത്ത് രേഖപ്പെടുത്തിയ കാര്യങ്ങളാണ്. പക്ഷേ ആരും അറിയുന്നില്ല. തലതൊട്ടപ്പനും അറിയുന്നില്ല, തലതൊട്ടമ്മയും അറിയുന്നില്ല. അവരുടെ വാസ്തവത്തിൽ ഉത്തരവാദിത്വം എന്താണ്? അവർ ഈ ക്രിസ്തുവാകുന്ന ആ നാഥനോട് ഈ കുഞ്ഞ് വളർന്നു വരുമ്പോഴേക്കും, അവന് സുബോധമായി നല്ല ജ്ഞാനമായി വരുമ്പോഴേക്കും ആ കുട്ടിയെ യേശു ക്രിസ്തുവിനോട് ബന്ധപ്പെട്ടവനായി ഒരിക്കലും തീരുമാനം പറഞ്ഞിരുന്നു. പണ്ട് ശിശുപ്രായത്തിൽ മിശിഹായെ ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞതായിരുന്നു എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തി ആ കുട്ടിയെ ക്രിസ്തുവിലേക്ക് നയിക്കേണ്ടതാണ് തലതൊട്ടപ്പൻ്റെയും തലതൊട്ടമ്മയുടെയും ചുമതല. എല്ലാം പോയല്ലോ. അതിനുശേഷം പിന്നീട് കുട്ടിക്ക് ഒരു 12 വയസ്സെങ്കിലും ആകുമ്പോൾ ആ കുട്ടിയെ വിളിച്ചിരുത്തി അന്ന്
അന്ന് നമ്മുടെ സഭയുടെ പിതാക്കന്മാർ നിർദ്ദേശിച്ച ക്രമപ്രകാരം പറയുകയാണെങ്കിൽ അന്നൊരു സ്ഥിരീകരണ ശുശ്രൂഷ നടക്കണം. കൺഫർമേഷൻ, സ്ഥിരീകരണ ശുശ്രൂഷ. അതിനുള്ള പുസ്തകങ്ങൾ, സ്ഥിരീകരണ ശുശ്രൂഷയുടെ പുസ്തകങ്ങൾ പോലും നമ്മുടെ സഭയിലുണ്ട്. നിർഭാഗ്യവശാൽ അതെല്ലാം ഇന്ന് എല്ലാ ഓർമ്മകളായിപ്പോയി. ആരും നോക്കുന്നില്ല. സ്ഥിരീകരണ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിയാത്ത അനേക ആളുകൾ ഇന്നുള്ളത്. എന്താ സ്ഥിരീകരണ ശുശ്രൂഷ? ഒരു കൺഫർമേഷൻ ശുശ്രൂഷയുണ്ട്. 12 വയസ്സാകുമ്പോൾ 12 വയസ്സ് 12 വയസ്സ് 13ലേക്ക് കടക്കാതിരിക്കുക നല്ലത്. ആ സമയത്ത് ആ കുട്ടിക്ക് ബോധോദയം വന്നിരുന്ന സമയത്ത് ആ കുട്ടിയെ വിളിച്ചിരുത്തി, മോനെ അല്ലെങ്കിൽ മോളെ, നീ സാത്താൻ ഉപേക്ഷിച്ചതാണ്, പാപമൊന്നും വരരുത്, നീ മിശിഹായെ സ്വീകരിച്ചതാണ്, നീ യേശുക്രിസ്തുവിനെ മണവാട്ടിയാണ്. ഇത് പറഞ്ഞു കൊടുത്താൽ കുഞ്ഞിനെ വളർത്തേണ്ടത് തലതൊട്ടമ്മൻ്റെയും തലതൊട്ടമ്മയുടെയും ചുമതലയാണ്. പല വീടുകളിലും നടക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഉത്തരവാദിത്വമായിട്ട് ഏറ്റെടുക്കണം. തലതൊടുക എന്ന് പറഞ്ഞാൽ ചുമ്മാ കളിയല്ല, നിസ്സാര കാര്യമല്ല. തലതൊടുക എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്കും ദൈവത്തിനിടയിൽ മധ്യസ്ഥനായി നിൽക്കുകയാണ്. മധ്യസ്ഥനായതുകൊണ്ട് ഈ കുട്ടിയെ ഞാൻ ആത്മീയമായ വഴികൾ നടത്തിക്കൊള്ളാം, ഈ കുട്ടിയെ ഞാൻ ആത്മീയനായി ആക്കി തീർത്തുകൊള്ളാം, ഈ കുട്ടി പാപത്തിലേക്ക് പോകാൻ സൂക്ഷിച്ചു കൊള്ളാം, ഈ കുട്ടി ക്രിസ്തുവിന് മണവാട്ടിയായി തീരുവാൻ ഞാൻ ഒരുക്കിക്കൊള്ളാം, എടുത്ത സമർപ്പണം എന്താണെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തവനെ സ്ഥിരപ്പെടുത്തിക്കൊള്ളാം എന്നുള്ള ഒരു വാക്ക് പറയുകയാണ് മാമോദിസായിൽ. ഇതൊന്നും ആരും അറിയാറില്ല, ചിന്തിക്കാറില്ല, ഇതൊന്നും ഗവനിക്കാറുമില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ക്രിസ്തുവിനോട് ചേരുന്ന ഒരവസ്ഥയിലേക്ക് നാം വരുന്നു. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനപ്പെട്ടിരിക്കുന്ന നിങ്ങൾ, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനപ്പെട്ടിരിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതാണ്, ക്രിസ്തുവിനെ കൈക്കൊള്ളുന്നവരാണെന്നാണ് റോമർലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നത്. അങ്ങനെ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നു. ഈ ശലോമി എന്ന് പറയുന്ന പെൺകുട്ടി, അവൾ ഒരു ഇടയുവാവുമായി അവൾ ഒരു ഉടമ്പടി ചെയ്തു. മരണത്തോളം ഞാൻ നിൻ്റെയാണ്. ആ ഇടയുവാവ് അവളോട് പറഞ്ഞു, മരണത്തോളം ഞാൻ നിൻ്റെയാണ്. പരസ്പരം ഉടമ്പടി ചെയ്തു. അങ്ങനെ ഇരിക്കുകയാണ് ശലോമൻ രാജാവ് ആ പ്രദേശത്ത് കൂടി പോയത്. ഒരു ഗ്രാമീണ കന്യകയാണ്, കുഗ്രാമത്തിൽ കഴിയുന്ന ഒരു അപരിഷ്കൃതയായ യുവതി. രാജാവ് നാടുതോറും ഒരു സഞ്ചരിച്ച കാലത്ത് അവിടെ ചെന്നപ്പോൾ കാണുന്നു ഈ സുന്ദരിയായ പെൺകുട്ടിയെ, ഈ ശലോമിയെ. രാജാവിന് വളരെ ബോധിച്ചു. രാജാവിന് അനേകം ഭാര്യമാരുണ്ടല്ലോ, ഏറ്റവും പ്രധാനപ്പെട്ട ഭാര്യയായി, പട്ടമഹിഷിയായി, രാജ്ഞിയായി ഇവളെ ആക്കാമെന്ന് രാജാവ് തീരുമാനിച്ചു. രാജാവ് കൊട്ടാരത്തിൽ ചെന്ന ശേഷം അവളുടെ വീട്ടിലേക്ക് ആളയച്ചു. അപ്പനും അമ്മയില്ല. അമ്മ അവളെ നാരകത്തിൻ ചുവട്ടിൽ വെച്ച് പ്രസവിച്ചതിന് ശേഷം അമ്മ മരിച്ചുപോയി. അതിൽ പിന്നെ വായിച്ചവരോട് കാണാം. 8-ാം അധ്യായം വായിക്കുമ്പോൾ നാരകത്തിൻ ചുവട്ടിൽ വെച്ചല്ലോ എൻ്റെ അമ്മ എന്നെ പ്രസവിച്ചെന്ന് പറയുന്നുണ്ട്. ഈ ഒരു അനാഥവാരിയെപ്പോലെ കഴിഞ്ഞ അവളെ സഹോദരന്മാരാണ് പോറ്റി പുലർത്തിയത്. സഹോദരന്മാരെ കൊട്ടാരത്തേക്ക് ക്ഷണിച്ചു. നിങ്ങളുടെ സഹോദരി ശലോമിയെ ഞാൻ കണ്ടു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, അവളെ എൻ്റെ രാജ്ഞിയൊക്കെ ഞാൻ ആഗ്രഹിക്കുകയാണ്. അയ്യോ, അവർക്കുണ്ടായ സന്തോഷം, എന്തൊരു മഹാസന്തോഷം! അവർ സന്തോഷത്തിൻ്റെ ആർപ്പോടുകൂടി വീട്ടിലേക്ക് വന്നു. മോളെ ശലോമി, നീ അറിഞ്ഞോ, നമുക്ക് ഭാഗ്യം കൈവന്നിരിക്കുകയാണ്, നിന്നെ ശലോമൻ രാജാവ് രാജ്ഞിയാക്കാൻ പോവുകയാണ്, നീ അറിഞ്ഞോ ആ കാര്യം? അവൾ മൗനം, മ്ലാനത. എന്തേ നീ സന്തോഷിക്കാത്തത്? മകളെ, നീ ശലോമൻ രാജാവിൻ്റെ കൊട്ടാരത്തിലെ പട്ടമഹിഷിയാകാൻ പോവുകയാണ്, രാജ്ഞിയാകാൻ പോവുകയാണ്, നിനക്കൊരു സന്തോഷം വരാത്ത എന്താണ്? അവൾ പറഞ്ഞു, ഞാൻ അതിന് തയ്യാറല്ല. എൻ്റെ ജീവിതം, ഞാൻ ചെറുപ്പത്തിൽ തന്നെ ഒരു യുവാവിനെ ഞാൻ കൊടുത്തുപോയി. ചെറുപ്പത്തിൽ തന്നെ ഞാൻ ഉടമ്പടി ചെയ്തു പോയി, വാക്ക് പറഞ്ഞു പോയി, ഈ നിർവാഹമില്ല. അവർക്ക് ദേഷ്യം വന്നു, വളരെ ദേഷ്യം വന്നു. എന്താണ് ഇവൾ പറയുന്നത്? ധിക്കാരം പറയുന്നു. ഇത്രയും വലിയ ഭാഗ്യം കിട്ടിയിട്ട് ഇവൾ തൂത്തെറിയുന്നു. അവർക്ക് ദേഷ്യം വന്നു. അവളെ, നിൻ്റെ ഈ ശരീരത്തിൻ്റെ തൊലിയുടെ മിനുപ്പ് കൊണ്ടല്ലേ നീ ഇത്തിരി അഹങ്കരിക്കുന്നത്, സൗന്ദര്യം കൊണ്ടല്ലേ, നിൻ്റെ മുഖം ഒന്ന് കരിവാളിക്കട്ടെ. സഹോദരന്മാർ വെയിലുള്ളിടത്ത് കൊണ്ടുപോയി നിർത്തി. ഇരുൾ നിറം പറ്റി, വായിക്കുക, ഭാഗം ഒന്ന് വായിക്കുക, നല്ലതാണ്. എനിക്ക് ഇരുൾ നിറം പറ്റിയിരിക്കിയാലും 1:6. എനിക്ക് ഇരുൾ നിറം പറ്റിയിരിക്കിയാലും ഞാൻ വെയിൽ കൊണ്ട് കറുത്തിരിക്കിയാലും എന്നെ തുറിച്ചു നോക്കരുത്. ആളുകൾ തുറിച്ചു നോക്കുന്നത്, നിങ്ങൾ എന്താ എന്നെ തുറിച്ചു നോക്കുന്നത്? എന്നെ തുറിച്ചു നോക്കല്ലേ? എനിക്ക് ഇരുൾ നിറം പറ്റിയിരിക്കിയാലും ഞാൻ വെയിൽ കൊണ്ട് കറുത്തിരിക്കിയാലും എന്നെ തുറിച്ചു നോക്കരുത്. എൻ്റെ അമ്മയുടെ പുത്രന്മാർ എന്നോട് കോപിച്ചു, എൻ്റെ അമ്മയുടെ പുത്രന്മാർ എന്നോട് കോപിച്ചു, എന്നെ മുന്തിരിത്തോട്ടങ്ങൾക്ക് കാവലാക്കി, എൻ്റെ സ്വന്തം മുന്തിരിത്തോട്ടം ഞാൻ കാത്തിട്ടില്ല താനും. അവൾ ഇടയനിൽ ലയിച്ചു നിൽക്കുകയാണുള്ള ഹൃദയം. പ്രിയപ്പെട്ടവരെ, എന്തെല്ലാം പ്രലോഭനങ്ങൾ വന്നാലും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് ഒരിക്കൽ പറഞ്ഞ ഉടമ്പടിയിൽ നിന്ന് നാം മാറിപ്പോകരുത്. ക്രിസ്തു എന്ന നല്ല ഇടയനോട് പറഞ്ഞതായ വാക്കിൽ നിന്ന് മാറിപ്പോകരുത്. ആ ശ്രേഷ്ഠനായ ഇടയനോടുള്ളതായ നമ്മുടെ പ്രതിജ്ഞ നാം തകർത്ത് കളയരുത്. ദൈവത്തിന് സ്തോത്രം. ആരെല്ലാം പ്രലോഭിപ്പിച്ചാൽ, ഏതെല്ലാം പാപത്തിൻ്റെ പ്രലോഭനങ്ങൾ വന്നാലും, ഏതെല്ലാം തരത്തിലുള്ളതായ
വളരെ ശ്രേഷ്ഠമായ സമ്മാനങ്ങൾ കിട്ടാമെന്ന് വെച്ചാലും, നല്ല ഉത്തുംഗ ഗോപുരങ്ങളിൽ വസിക്കാനുള്ളതായ അതിനുള്ള സൗകര്യം കിട്ടിയാലും, മണിമാളികളിൽ വസിക്കാനുള്ളതായ ആഡംബരങ്ങളിൽ മുഴുകി ജീവിക്കാനുള്ള വർണ്ണ ശബളിമേറുന്ന ജീവിത സൗകര്യങ്ങൾ ലഭിക്കാമെന്ന് വന്നാലും മാറരുത് നമ്മുടെ ഹൃദയം. അവൾ പറഞ്ഞു, ഞാൻ മാറുകയില്ല. രാജാവ് കേട്ടപ്പോൾ രാജാവ് പറഞ്ഞു, അവൾ പാവം പെൺകുട്ടിയല്ലേ, അവൾക്ക് അത്ര നിശ്ചയമില്ലാത്തതുകൊണ്ടാണ്, എൻ്റെ പ്രതാപം അവൾ കണ്ടിട്ടില്ല. ആരുടെ ഭാര്യയാകാൻ അവൾ വിളിച്ചതെന്ന് അവൾക്ക് അറിയാൻ പാടില്ല. പാവം പെണ്ണ്. അവൾ കാര്യം ചെയ്യുക, അവളെ എൻ്റെ കൊട്ടാരത്തിൽ കൊണ്ടുവന്നോ പാർപ്പിക്കുക. രാജാവിൻ്റെ അരമനയിലേക്ക് അവളെ കൊണ്ടുവന്നു വേലക്കാർ. അവൾക്ക് മനസ്സായിട്ടല്ല പോയത്, പക്ഷേ പോകാൻ പിടിച്ചുകൊണ്ട് പോയാൽ എന്ത് ചെയ്യും? അവിടെ ഒരു പ്രത്യേക അരമന, പ്രത്യേക ഒരു കൊട്ടാരം അവൾക്ക് വേണ്ടി തന്നെ തീർത്തു. അവിടെ അവളെ ആക്കി. അവളുടെ മുറിയിൽ എപ്പോഴും ഇരിക്കാൻ, ഒരു കാരണവശാലും അവളുടെ ശ്രദ്ധ മാറിപ്പോകാതിരിക്കാൻ അവളുടെ അരികത്ത് കുറേ യെരൂശലേം പുത്രിമാരെയാക്കി. സുന്ദരിമാരായ ചില യുവതികൾ അവരിരുന്ന് പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ പാട്ടും കഴിയുമ്പോൾ അവർ ശലോമോയുടെ മുഖത്തേക്ക് നോക്കും. അവൾക്കൊരു കൂസലുമില്ല. ഓരോ പാട്ടിലും ശലോമോൻ്റെ കാര്യങ്ങളാണ് വർണ്ണിക്കുന്നത്. വീരനായ ശലോമോൻ, മഹാജ്ഞാനിയായ ശലോമോൻ, വളരെയേറെ പ്രതാപശാലിയായ ശലോമോൻ, വീരശൂര പരാക്രമിയായ ശലോമോൻ, ശലോമോനെക്കുറിച്ച് ഇങ്ങനെ വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം കേട്ടിട്ട് അവൾക്കൊരു കുലുക്കമില്ല. അന്നേരമാണ് അവർ പറയും, ശലോമി ഇതുപോലെ സുന്ദരനും ഇതുപോലെ ബഹുമാന്യനും ഇതുപോലെ ശ്രേഷ്ഠനുമായ ഒരു ഭർത്താവിനെ കിട്ടുന്നത് നീ എന്താണ് വേണ്ടെന്ന് വയ്ക്കുന്നത്? ഉടനെ അവൾ പറയുന്നു, യെരൂശലേം പുത്രിമാരെ, വയലിലെ ചെറുമാനുകളാണ്, അത് പേടമാനുകളാണ്, പ്രേമത്തിന് ഇഷ്ടമാകുവോളം അതിനെ ഇളക്കരുത്, ഉണർത്തുകയും അത്. ഈ പുസ്തകത്തിൽ 8 അധ്യായമുള്ള പുസ്തകത്തിൽ 3 ഭാഗത്ത് അങ്ങനെ പറയുന്നുണ്ട്. യെരൂശലേം പുത്രിമാരെ, വയലിലെ ചെറുമാനുകളാണ്, പേടമാനുകളാണ്, പ്രേമത്തിന് ഇഷ്ടമാകുവോളം അതിനെ ഇളക്കരുത്, ഉണർത്തുകയും അരുത്. ദൈവത്തിന് സ്തോത്രം. 7-ാം വാക്യം, 2:7 വായിച്ച്. യെരൂശലേം പുത്രിമാരെ, വയലിലെ ചെറുമാനുകളാണ്, പേടമാനുകളാണ്, പ്രേമത്തിന് ഇഷ്ടമാകുവോളം അതിനെ ഇളക്കരുത്, ഉണർത്തുകയും അരുത്. വായിക്കാം. യെരൂശലേം പുത്രിമാരെ, ചെറുമാനുകളാണ്, പേടമാനുകളാണ്, പ്രേമത്തിന് ഇഷ്ടമാകുവോളം അതിനെ ഇളക്കരുത്, ഉണർത്തുകയും അരുത്. 4-ാം വാക്യം കൂടി. യെരൂശലേം പുത്രിമാരെ, പ്രേമത്തിന് ഇഷ്ടമാകുവോളം അതിനെ ഇളക്കരുത്, ഉണർത്തുകയും അരുത് എന്ന് ഞാൻ നിങ്ങളോട് ആണയിട്ട് അപേക്ഷിക്കുന്നു. സ്നേഹം ഒരു ഇടയനിൽ തങ്ങി നിൽക്കുന്നതാണ്. മറ്റാരിലേക്കും പോകാൻ നിങ്ങൾ പ്രലോഭിക്കരുത്. ഇല്ല, ഞാൻ മാറുകയില്ല. വ്യക്തമായ തീരുമാനമെടുത്തു. വാസ്തവത്തിൽ ഓരോ വിശ്വാസിയും ഈ ഒരു തീരുമാനമാണ് എടുക്കേണ്ടത്. ഏതെല്ലാം പ്രലോഭനങ്ങൾ വന്നാലും, എന്തെല്ലാം ലാഭങ്ങൾ വന്നാലും, എന്തെന്ത് പ്രതിഫലങ്ങൾ കിട്ടിയാലും, ഇല്ല, എൻ്റെ യേശുവിനുള്ളതായ സ്നേഹത്തിൽ നിന്ന് എന്നെ മാറ്റാൻ പറ്റുകയില്ല. ആരെല്ലാം പരിഹസിച്ചാലും ശരി, ആരെല്ലാം മുടക്കിയാലും ശരി, ആരെല്ലാം തളർത്തിയാലും ശരി, ആരെല്ലാം പരിഹാസ ശരങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടിച്ചാലും ശരി, കുടുംബത്തിൽ ക്ലേശങ്ങൾ വന്നാലും ശരി, ഒരുപക്ഷെ സ്വന്തം ഭർത്താവ് എതിരായാലും ശരി, ഭാര്യ എതിരായാലും ശരി, ഇല്ല, മക്കളെല്ലാം എന്നെ കൂട്ടത്തോടെ എതിർത്താലും ശരി, ഇല്ല, എൻ്റെ യേശുവിനുള്ളതായ സ്നേഹബന്ധത്തിൽ നിന്ന് എന്നെ വേർതിരിക്കാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. സ്തോത്രം. ഈ ഒരു തീരുമാനമാണ് നമുക്ക് വേണ്ടത്. എന്തെന്ത് പ്രലോഭനങ്ങൾ വന്നാലും, ഇല്ല, എന്നെ കിട്ടുകയില്ല. ദൈവത്തിന് സ്തോത്രം. എന്നെ കിട്ടുകയില്ല, ഞാൻ തോറ്റു കൊടുക്കുകയില്ല. ഒരു വലിയ തീരുമാനമുള്ളത്, ഞാൻ തോറ്റു കൊടുക്കുകയില്ല. ഒരു പയ്യനോട്, ചെറുപ്പക്കാരനോട് ഞാൻ പറഞ്ഞു, അവന് നീ ഒരു കാര്യം ചെയ്യുക, ഒരുപടി തെറ്റൊക്കെ പറ്റി എന്നൊക്കെ പറഞ്ഞു, ഒരുപടി തെറ്റുകളൊക്കെ പറ്റി, ഒരുപടി അബദ്ധങ്ങൾ പറ്റി, നീ ഒരു കാര്യം ചെയ്യുക, നീ ഒരു തീരുമാനം, ഞാൻ തോറ്റു കൊടുക്കുകയില്ല, പിശാചിൻ്റെ മുമ്പിൽ ഞാൻ തോറ്റു കൊടുക്കുകയില്ല. അങ്ങനെ തീരുമാനിക്കുക. അവൻ ഉച്ചത്തിൽ പറഞ്ഞു, ഞാൻ പിശാചിൻ്റെ മുമ്പിൽ തോറ്റു കൊടുക്കുകയില്ല. 3 പ്രാവശ്യം അവനെ കൊണ്ട് പറയിപ്പിച്ചു. എന്തൊരു അത്ഭുതം! അവൻ്റെ ജീവിതം തന്നെ ഗതി മാറി. അവൻ്റെ ജീവിതം മാറി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവൻ്റെ ജീവിതമാകെ മാറി. ജീവിതം വ്യത്യാസം വന്നു. ഞാൻ തോറ്റു കൊടുക്കുകയില്ല. എന്ത് പ്രലോഭനം വന്നാലും ശരി, ഞാൻ തോറ്റു കൊടുക്കുകയില്ല. അതാണല്ലോ നാം പാടുന്നത്. എന്താണ്? യെരൂശലേം പുത്രിമാരൻ ചുറ്റും നിന്നൊരാപകൽ പ്രിയരോടുള്ള അനുരാഗം കവർന്നിടുകിൽ. യെരൂശലേം പുത്രിമാരൻ ചുറ്റും നിന്നൊരാപകൽ പ്രിയരോടുള്ള അനുരാഗം കവർന്നിടുകിൽ. സുന്ദര മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരാചാരന്മാരെ വരിക്കുമോ വത്സല. മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നാം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നൊരു കാര്യമുണ്ട്. പ്രിയൻ വന്ന് കിളിവാതിൽ കൂടി അവൾ നോക്കുന്നു. ഇവൾ ഈ യെരൂശലേം പുത്രിമാരുടെ ഇടയ്ക്ക് വീർപ്പൂട്ടിയിരിക്കുകയാണ്.
അവരുടെ വർണ്ണനകളോ അവരുടെ ഗാനങ്ങളോ ഒന്നും അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവളുടെ പ്രിയനെ മാത്രം ഓർത്തുകൊണ്ടിരിക്കുന്നു, ആ ഇടയനെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പ്രലോഭനങ്ങൾ വന്നിട്ടൊന്നും അവളെ അലട്ടുന്നില്ല. അപ്പോഴുണ്ട് അവൻ വെളിയിൽ വന്ന് നിൽക്കുന്നു. അവൻ കിളിവാതിൽ കൂടി അവൾ നോക്കിയപ്പോൾ അവൻ നിൽക്കുന്നു. അവൻ പറയുകയാണ്, അതാണ് പറയുന്നത്, മുള്ളുകളുടെ ഇടയിൽ താമര പോലെ കന്യകമാരുടെ ഇടയിൽ എൻ്റെ പ്രിയ ഇരിക്കുന്നു. മുള്ളുകളുടെ ഇടയിൽ താമര പോലെ കന്യകമാരുടെ ഇടയിൽ എൻ്റെ പ്രിയ ഇരിക്കുന്നു. എൻ്റെ പ്രിയയായ ശലോമി ഈ യെരൂശലേമിത്തിമാരുടെ ഇടയിൽ നടുവിൽ അവളിരിക്കുന്നു. എങ്ങനെ? മുള്ളുകളുടെ ഇടയിൽ താമര പോലെ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും വ്യക്തമായ ഒരു തീരുമാനം എടുക്കണം. ഏതെല്ലാം തരത്തിലുള്ളതായ മുള്ളുകൾ വന്നാലും, കുത്തിനോവിക്കുന്ന മുള്ളുകൾ വന്നാലും, ശരീരം മുറിവേൽപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പറ്റാത്ത പോലെ മുള്ളുകൾ തിരക്കി നമ്മെ വന്ന് വേദനിപ്പിച്ചാലും, എൻ്റെ യേശുവിനുള്ളതായ സ്നേഹത്തിൽ ഞാൻ മാറുകയില്ല എന്നുള്ളത് ഒരു തീരുമാനമായിരിക്കണം. എന്തെല്ലാം സംഭവിച്ചാലും, ആപത്തുകളൊന്നും വരാം, രോഗങ്ങളൊന്നും വരാം, ആർക്കും വരാം, ദൈവമക്കൾക്കും വരാം, എല്ലാ പ്രതിസന്ധികളൊന്നും വരാം, പണത്തിന് ഞെരുക്കം വന്നു വരാം, കടബാധ്യത ഒന്നും വരാം, ആവശ്യകാര്യങ്ങൾ പെരുകിയെന്ന് വരാം, മക്കൾ ഒരുപക്ഷെ എതിരായി എന്ന് വരാം, മക്കൾ നാനാവിധമായി അരുതാത്ത വഴിക്കൂടെ പോയി എന്ന് വരാം, ഒരുപക്ഷെ മക്കൾ അനുസരണമില്ലാത്തവരായി ധിക്കാരികളായി മാറിയെന്ന് വരാം, ഒക്കെ വരാം. ശരി, പക്ഷേ യാതൊരു കാരണവശാലും എൻ്റെ യേശുവിനുള്ളതായ സ്നേഹത്തിൽ ഞാൻ മാറുകയില്ല. ഇതൊക്കെ മുള്ളു കൊള്ളുമ്പോൾ എനിക്ക് വേദനാകരമാണ്. മുള്ളു കൊള്ളുമ്പോഴുള്ള വേദനകൾ, അനേകം മുള്ളുകൾ നമ്മെ ബാധിക്കുന്നുണ്ട്, മുള്ളുകൾ നമ്മെ കൊള്ളിക്കൊണ്ട് വേദനിപ്പിക്കുന്നുണ്ട്, അനേകം മുള്ളുകൾ. നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ മുള്ളുകളില്ലേ? മുള്ളുകൾ, ഈ മുള്ളു കൊള്ളുന്നത് പോലെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ചില മനസ്സിലായിരിക്കും, ഹൃദയത്തിലായിരിക്കും ആ വേദന. ഇന്നും ഹൃദയത്തിലേറ്റതായ മുറിവുകൾ ഉണങ്ങാത്തവരുണ്ട്. ഒരിക്കൽ ഭർത്താവ് പറഞ്ഞ ചില വാക്കുകൾ കൂരമ്പ് പോലെ ഉള്ളിൽ തറച്ചിട്ട് ആ വേദന മാറുന്നില്ല. സ്നേഹമാണ്, പക്ഷേ ആ ഒരിക്കൽ പറഞ്ഞ വാക്കുകളുടെ മൂർച്ച അത് പോകുന്നില്ല. അല്ലെങ്കിൽ മരുമോള് പറഞ്ഞ ചില വളരെ ധിക്കാരപരമായ ചില വാക്കുകൾ ഹൃദയത്തിൽ മുറിവേറ്റ് മനസ്സ് പെടയുന്ന അമ്മമാരുണ്ട്. അല്ലെങ്കിൽ അമ്മയമ്മമാരുടെ വാക്ക് കേട്ട്, വാക്ക് പ്രവൃത്തിയാകണമെന്നില്ല, ചിലത് പ്രവൃത്തിയുണ്ട്, വാക്ക് കേട്ട് ഉള്ളിൽ പെടയുന്ന യുവതികളുണ്ട്. നോക്കൂ, മുള്ളുകൾ കൊള്ളുന്നവർ. ഒരുപക്ഷെ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ അവിടെ നിന്ന് നിങ്ങളുടെ സുപ്പീരിയേഴ്സ്, നിങ്ങളുടെ ബോസ് അല്ലെങ്കിൽ നിങ്ങൾ സുപ്പീരിയേഴ്സ് ആരെങ്കിലും, മേലിലുള്ളവർ, നിങ്ങളുടെ ഓഫീസിൽ നിങ്ങളെക്കാൾ ഉയർന്ന തസ്തികയിലുള്ളവർ, അവരുടെ ചില മുള്ളുകളേറ്റ് പിടയുന്ന ജീവിതങ്ങൾ, നിങ്ങൾ ചെയ്യുന്ന കഷ്ടപ്പാട് അവർ കാണുന്നില്ല, നിങ്ങൾ അധ്വാനിക്കുന്നവരറിയുന്നില്ല, നിങ്ങളെക്കൊണ്ട് ആ സ്ഥാപനത്തിനുണ്ടാകുന്ന നന്മകൾ അവരറിയുന്നില്ല. മുള്ളുകൊള്ളുന്നു. നോക്കൂ, ഭവനത്തിൽ മുള്ളുകളുണ്ട്, വീട്ടിൽ തന്നെ, സ്വന്തം വീട്ടിൽ മുള്ളുകളുണ്ട്, സ്വന്തം ജോലി സ്ഥലത്ത് മുള്ളുകളുണ്ട്, സ്വന്തം പള്ളിയിൽ നിന്ന് മുള്ളുകൊള്ളുന്നവരുണ്ട്, സ്വന്തം ഇടവകയിൽ നിന്ന് മുള്ളുകൊള്ളുന്നവരുണ്ട്. നിങ്ങളേതെല്ലാം മുള്ളുകളാണ് കൊള്ളുന്നത്? നനച്ച് ചെയ്യാതെ വരുന്ന ആപത്തുകൾ മുള്ളുകൊള്ളും പോലെയാണ്. മുള്ളുകൊള്ളും പോലെ, ചെറിയ മുള്ളല്ല. ഞാൻ വായിച്ചു, ഞാൻ ഞെട്ടിപ്പോയി. ഈ വിശ്വാസികൾ, നല്ല തീക്ഷ്ണതകളിൽ നിന്ന് വിശ്വാസികളെ പീഡിപ്പിച്ചു. യുഗോസ്ലാവിയയിലെ ജയിലിൽ, ആ ജയിലിൽ ഒരു കൂടിനകത്തേക്ക് അവർ കയറ്റി നിർത്തി. ആ കൂടിനകത്ത് ഒരാൾക്ക് നിൽക്കാനുള്ള സ്ഥലമേ ഉള്ളൂ. ആ കൂട് അടച്ചു പൂട്ടി, പുറത്തെടുക്കാൻ പറ്റില്ല, തിരിയാൻ പറ്റില്ല. കാരണം 4 വശത്ത് മുള്ളുകളാണ്, ചുറ്റും മുള്ളുകൾ. തിരിയാൻ പറ്റില്ല, ഒന്നിരിക്കാൻ പറ്റില്ല, ഇരിക്കാനുള്ള സ്ഥലമില്ല, മുള്ളുകൊള്ളും. ആ മുൾമുനയിൽ നിന്ന് പാവപ്പെട്ട വിശ്വാസികൾ ആഹാരമില്ലാതെ ദാഹിച്ച് വേദനിച്ച് വിശന്ന് പൊരിഞ്ഞ് അങ്ങനെ മരിച്ചു തീർന്നു. യുഗോസ്ലാവിയയിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ ജയിലിൽ. ദൈവത്തിന് സ്തോത്രം. യുഗോസ്ലാവിയയിൽ അന്ന് കമ്മ്യൂണിസ്റ്റ് മിനിസ്ട്രി ഉണ്ടായിരുന്ന കാലത്താണ്. അന്നാണ് ഈ റിച്ചാർഡ് ഉബ്രൻഡ് എന്ന് പറയുന്ന ആൾ, അദ്ദേഹം യുഗോസ്ലാവിയയിലെ ജയിലിൽ അടയ്ക്കപ്പെട്ടത്. അന്ന് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ചെറിയ എലികൾ, ചുണ്ടലികൾ വന്ന് കടിച്ച പാട് എപ്പോഴും കാണാമെന്ന്. ഞാൻ കണ്ടില്ല, തിരുവനന്തപുരത്ത് വന്നപ്പോൾ കണ്ട ആളുകളുണ്ട്. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ 13 കൊല്ലം ഈ റിച്ചാർഡ് ഉബ്രാൻ്റെ ജയിലിൽ കിടന്നു. ആർക്ക് വേണ്ടി? യേശുവിന് വേണ്ടി. യേശുവിനെ ജനത്തിന് കൊടുക്കാനായിട്ട് അധ്വാനിച്ചു എന്നുള്ള ഒറ്റ ആ ഒരൊറ്റ കാരണം കൊണ്ട് അദ്ദേഹത്തെ ജയിലിലാക്കി 13 കൊല്ലം. ആ ജയിൽ മുറിക്കകത്തേക്ക്
അത് വലിയ മുറിയാണ്. മുറിക്കകത്തേക്ക് ചെറിയ ചെറിയ ദ്വാരങ്ങളുണ്ട്. അതിൽ കൂടി എലി കടന്നു വരും. എലികളൊന്ന് കൂട്ടത്തോടെ കടിച്ച് പറിക്കും. അദ്ദേഹം വന്ന് അദ്ദേഹത്തെ കണ്ട ചില ദൈവമക്കൾ എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ശരീരത്തിലെ പാടുകൾ ഇപ്പോഴും തണുത്ത് കാണുന്നു. പാടുകൾ, എലി കടിച്ച പാടുകൾ. ദൈവത്തിന് സ്തോത്രം. മുള്ളു കൊള്ളുന്ന അനുഭവം. അതിലേക്കൊക്കെ പോകുന്നു വരട്ടെ. നിങ്ങളുടെ സ്വന്തം ജീവിതത്തിലെ മുള്ളുകൾ എന്തെല്ലാമാണ്? മറ്റുള്ളവരിൽ നിന്നുള്ളതായ എതിർപ്പുകളോ നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളോ എന്തെല്ലാമാണ്? ചില ഇല്ലാത്ത പറഞ്ഞ് വരുത്തുന്നു, ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് വരുത്തി നിങ്ങളെ ചെറുതാക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ചീത്തയാക്കുന്നു. ക്യാരക്ടർ അസാസിനേഷൻ എന്ന് പറയും. ക്യാരക്ടർ അസാസിനേഷൻ തേജോവധം ചെയ്യുന്നു, നിങ്ങളുടെ സ്വഭാവഹത്യ ചെയ്യുന്നു. എന്തെല്ലാം ഈ ലോകത്ത് മുള്ളുകളുണ്ട്. നിങ്ങൾ വിശ്വസിക്കൂ, ഈ ലോകത്ത് എന്നും മുള്ളുകളുണ്ട്. ഈ മുള്ളിടയിൽ നാം ഒരു പോറിൽ മേൽക്കാതെ നിൽക്കണമെങ്കിൽ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആ ചുറ്റാട നമുക്ക് വേണം. ദൈവത്തിന് സ്തോത്രം. ഈ ലോകത്തെ മുള്ളേറ്റ് പെടയാതിരിക്കണമെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ആ തിരുവസ്ത്രത്തിൻ്റെ മേലാട നമുക്ക് വേണം. മഹിമാവിൻ നീരാളം, അതാണ് പിതാക്കന്മാർ പറയുന്നത്. മഹിമാവിൻ നീരാളം. മഹിമാവിൻ്റെ നീരാളം നമ്മൾ പൊതിച്ചുകൊണ്ട് നിന്നാൽ ഇതൊന്നും നമ്മളെ യേശുകയില്ല. കൃപയുടെ വസ്ത്രം നമ്മെ പൊതിഞ്ഞ് നിന്നാൽ ഇതൊന്നും യേശുകയില്ല. നീതിയുടെ വസ്ത്രം നമ്മെ പൊതിഞ്ഞ് നിന്നാൽ ഇതൊന്നും യേശുകയില്ല. കർത്താവിൻ്റെ തിരക്തത്തിൻ്റെ ആച്ഛാദനം നമുക്കുണ്ടെങ്കിൽ, തിരക്തത്തിൻ്റെ ആ ഒരു വലയം, ആ ഒരു ആവരണം നമുക്കുണ്ടെങ്കിൽ ഒന്നും നമുക്ക് പേടിക്കാനില്ല. ചിന്തിക്കൂ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അനേകരും മുള്ളുകൊള്ളുന്നവരാണ്, മുള്ളേറ്റ് വേദനിക്കുന്നവർ. കന്യകമാരുടെ പ്രിയിരിക്കുന്നു. ഭർത്താവിൻ്റെ കോപാട്ടഹാസങ്ങൾ, മദ്യപിച്ച് കൂത്താടി വന്ന് ചെയ്യുന്ന ഭീകരമായ ഉപദ്രവങ്ങൾ, ഭാര്യയുടെ അനുസരണം കെട്ട സ്വഭാവങ്ങൾ, ധിക്കാരവുമായ പെരുമാറ്റങ്ങൾ, വിനയപ്പെടാത്ത സ്വഭാവം, എന്നും മുള്ളുകൊണ്ട് വലയുന്നവരല്ലേ മനുഷ്യ പലരും. ഒന്നല്ലെങ്കിൽ ഒന്ന്. കുടുംബവും ഭാര്യയും ഭർത്താവും സ്നേഹമാണ്, അല്ലെങ്കിൽ മക്കളുണ്ട്, എല്ലാം കൊള്ളാം. പക്ഷേ വേറെ ചില പ്രശ്നങ്ങൾ പൊന്തി വരുന്നത് ചിലപ്പോൾ രോഗമായിരിക്കാം, ചിലപ്പോൾ ഒരുപക്ഷെ മറ്റുള്ളവരിൽ നിന്നുള്ള എതിർപ്പായിരിക്കാം, ചിലപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ ഒറ്റപ്പെടുത്തി മാറ്റുന്നതായിരിക്കാം, നിങ്ങളെ ബിലിറ്റിൽ ചെയ്യുന്നതായിരിക്കാം, നിങ്ങളെ തുച്ഛീകരിക്കുന്നതായിരിക്കാം, നിങ്ങളെ തരംതാഴ്ത്തുന്നതായിരിക്കാം. എന്തെല്ലാം മുള്ളുകളുടെ ഈ താമര പോലെ കന്യകമാരുടെ എൻ്റെ പ്രിയയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, എത്ര മുള്ളേറ്റാലും എൻ്റെ പ്രിയനെ ഞാൻ മറക്കുകയില്ല, എൻ്റെ അരുമോണുകളെ ഞാൻ മറക്കുകയില്ല. മുള്ളേറ്റ് പെടയേണ്ടി വന്നാലും, വേദനയേറ്റ് ഞാൻ ഓരോ നിമിഷവും ഞാൻ നൊന്ത് വിങ്ങിയാലും എൻ്റെ യേശുവിനെ ഞാൻ മറക്കുകയില്ല. എന്തെല്ലാം വന്നാലും യേശുവിൻ്റെ പിന്നാലെ ഞാൻ പോകും. എന്തെല്ലാം സംഭവിച്ചാലും യേശുവിൻ്റെ പിന്നാലെ പോകും. ഞാൻ എൻ്റെ ഒരിക്കൽ പറഞ്ഞ ഉടമ്പടിയിൽ ഞാൻ പുറകോട്ട് മാറുകയില്ല. യേശുവിനായി എൻ്റെ ജീവിതം ഞാൻ വിട്ടുകൊടുത്തിരിക്കുകയാണ്. സ്നേഹിതരെ, നിങ്ങൾ ചോദിക്കട്ടെ, യേശുവിന് വേണ്ടി ജീവിതം വേർതിരിച്ചത് ആരെല്ലാം ഉണ്ട്? നിങ്ങളാരും കൈ ഉയർത്താൻ പറയല്ല. ആരെല്ലാം ഉണ്ട്? നിങ്ങൾ ചിന്തിക്കൂ. ഞാൻ യേശുവിന് വേണ്ടി ജീവിതം പൂർണ്ണമായി വേർതിരിച്ച് കൊടുത്തുവോ? എന്തെന്ത് പീഡകൾ വന്നാലും, എന്തെന്ത് യാതനകൾ വന്നാലും, എന്തെന്ത് ദുരിതങ്ങൾ വന്നാലും, ഏതെല്ലാം പ്രലോഭനങ്ങൾ വന്നാലും, ലോകത്തിൻ്റെ മായക്കാഴ്ചകൾ തന്നതിനെ വശീകരിക്കാൻ ശ്രമിച്ചാലും, എൻ്റെ രാജനായ യേശുവിനോടുള്ളതായ എൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വ്യതിചലിപ്പാൻ ആർക്കും കഴിയുകയില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ റോമർ 8 അവസാന വാക്യം പറയുകയാണ്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്നത് ആര്? കഷ്ടതയോ, സങ്കടമോ, ഉപദ്രവമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? നിന്റെ നിമിത്തം ഞങ്ങൾ ഇടപെടാതെ കൊല്ലുന്നു, അറുപ്പാനുള്ള ആടുകളെപ്പോലെ ഞങ്ങൾ എണ്ണുന്നത് എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ നമ്മെ സ്നേഹിച്ച മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ, ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ, ഇപ്പോൾ ഉള്ളതിനോ വരുവാനുള്ളതിനോ, ഉയരത്തിനോ ആഴത്തിനോ, മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പൗലോസ് പറയുകയാണ്, ഞാൻ ഉറച്ചിരിക്കുന്നു. എന്താ കാരണം? ആ സ്നേഹത്തിൻ്റെ ബന്ധം കിട്ടിക്കഴിഞ്ഞു. സഹോദരങ്ങളെ, ആ സ്നേഹം നിങ്ങൾക്ക് വേണോ? ആ സ്നേഹത്തിലേക്ക് വരാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? യേശുവിനുള്ളതായ സ്നേഹബന്ധം, ഇൻറ്റിമസി ടുവേഴ്സ് ക്രൈസ്റ്റ്, ക്രിസ്തുവിനുള്ളതായ ഇൻറ്റിമസി, ക്രിസ്തുവിനുള്ളതായ ആ ഏകീഭാവം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അത് ഇന്ന് തരാമെന്നാണ് കർത്താവ് പറയുന്നത്. ഇന്ന് നിങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അത് തരാമെന്ന് കർത്താവ് പറയുന്നു. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഇത്രയ്ക്കൊന്നും ചിന്തിച്ചല്ല ഞാൻ സമർപ്പിച്ചത്. ഇത്രയും വലിയ സ്നേഹമാണെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല. പ്രകടമായ പാവത്തിനൊന്നും പോകുന്നില്ല, അതുകൊണ്ട് കുഴപ്പമില്ലെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഞാൻ വചനം കേട്ടപ്പോൾ, അന്ന് ഞാൻ ജീവിതം കർത്താവിന് സമർപ്പിക്കുമ്പോൾ ഇത്രയും മഹത്വമേറിയ ഒരു ഭാഗ്യ പദവിയാണ് കിട്ടുന്നതെന്ന് ഞാൻ അറിഞ്ഞില്ല. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ കൊടുക്കൂ യേശുവിൻ്റെ കരങ്ങളിലേക്ക്. നിങ്ങളുടെ ജീവിതം യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കൂ. മടിക്കണ്ട.
നാളേക്ക് മാറ്റി വയ്ക്കേണ്ട. ഇന്ന് ഇപ്പോൾ തന്നെ യേശുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ കൊടുക്കൂ. യേശുവിൻ്റെ വാക്ക് പറയൂ, യേശുവേ ഇന്ന് ഇതാ ഞാൻ എന്നെ തന്നെ എൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. ഇതെൻ്റെ ജീവിതത്തിൻ്റെ സമർപ്പണത്തിൻ്റെ ആദ്യ ദിവസമാണ്. എൻ്റെ ജീവിതത്തിൻ്റെ സമർപ്പണം പുതുക്കുന്ന ദിവസമാണ്. കർത്താവേ, ഒരു പുതിയ സമർപ്പണത്തിലേക്ക് ഞാൻ വരികയാണ്. യേശുവേ, ഞാനും എനിക്കുള്ളതൊക്കെയും നിൻ്റേത്. എൻ്റെ യേശുവേ, ഞാനും എനിക്കുള്ളതൊക്കെയും നിൻ്റേത്. എൻ്റെ യേശുവേ, ഞാനും എനിക്കുള്ളതൊക്കെയും നിൻ്റേത്. ഇത് പറയുമ്പോൾ കേൾക്കാ ഒരു മന്ദസ്വരം, മോനെ മോളെ, ഞാനും എനിക്കുള്ളതൊക്കെയും നിൻ്റേത്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. സ്വർഗം എനിക്ക് സിംഹാസനവും ഭൂമി എൻ്റെ പാദപീഠമാവും. നിങ്ങൾ എനിക്ക് വേണ്ടി ആലയം ഏതു വിധം. സ്വർഗം സിംഹാസനമായിരിക്കുന്നവൻ, ഭൂമി പാദപീഠമാക്കിയിരിക്കുന്നവൻ, അവൻ തന്നെ നമുക്ക് തരികയാണ്. അതാണ് ക്രൂശിൽ തന്നത്. ക്രൂശിൽ തന്നെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു. നിങ്ങൾ സ്വീകരിക്കുക യേശുവിനെ, കൈനീട്ടി വാങ്ങുക യേശുവിനെ. യേശു കടന്നു പോകുന്നതിന് മുമ്പ് യേശുവിനെ തടുത്തു നിർത്തുക. യേശുവേ, എന്നെയും കൊണ്ട് തൊട്ടിട്ടേ പോകാവൂ. യേശുവേ, എൻ്റെ സമർപ്പണം സ്വീകരിച്ചിട്ടേ പോകാവൂ. എന്നെ അനുഗ്രഹിക്കണമേ. പറയൂ പ്രിയപ്പെട്ടവരെ, മുള്ളുകൾ മാറ്റിത്തരും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനേ, മഹാപരിശുദ്ധനായ ഞങ്ങൾ സ്വർഗീയ പിതാവേ, അനുഗ്രഹീയ നിമിഷങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുക, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. വചനം കേട്ട എല്ലാവരുടെ മേലും നാഥ നിൻ്റെ കൃപയുടെ കരം വയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരും യേശുവിനെ തിരിച്ചറിയുവാനും നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാനും ഭാഗ്യം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യ സ്വർഗത്തിൻ്റെ അവകാശികളായി തീരുവാൻ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. രണ്ടാമത്തെ വേണ്ടി എല്ലാവരെയും ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം.